ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രിയമുള്ളവരെ, ഷാലോമിൻ്റെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. ഈ രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഈ നല്ല രാത്രി ഓർത്ത് വലതുകരമെടുത്ത് ഒരിക്കൽ കൂടി നമുക്ക് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുന്നു? നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ വിജയം കൈവരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവിൽ വിശ്വസിക്കുക. വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൽ സുരക്ഷിതനാണ്. ദൈവം അവരെ സുരക്ഷിതനായി കാത്തുപരിപാലിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം മുൻകൂട്ടി പറയുകയാണ്, അവിടുത്തെ പ്രവാചകന്മാരിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ വിജയം വരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം നൽകും. ദൈവം ഓരോ വ്യക്തിക്കും വിജയം നൽകി. ഒരു വ്യക്തി അനുഗ്രഹിക്കുന്നത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെയാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ നമ്മുടെ വിശ്വാസം ഈ രാത്രി ജ്വലിക്കാൻ ആഗ്രഹിച്ച് വലതുകരമെടുത്ത് എന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ യേശു നമ്മളോട് പറയാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് യേശുവാണ്. അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. വലിയ വിശ്വാസത്തോടെ വലതുകരമെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞില്ലേ, വിശ്വസിക്കുക, നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ഈ രാത്രിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുക. സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കണ്ട, നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളിലേക്ക് നമ്മൾ നോക്കണ്ട, രോഗത്തിലേക്ക് നമ്മൾ നോക്കണ്ട, നിരാശ പിടിച്ച് നമ്മൾ തളർന്നു പോകണ്ട. മറിച്ച് ദൈവത്തിൽ നിനക്ക് വിശ്വസിക്കാമോ? നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് മുഖവിലക്കെടുക്കാമോ? ദൈവത്തിൻ്റെ മഹത്വം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ വലതുകരമെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരും ദൈവ തിരുമുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുക, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, നീ വിജയം വരിക്കും. ഈ രാത്രി ദൈവം നിനക്കൊരു വിജയം തരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ വലിയ സുരക്ഷിതത്വം നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ദൈവത്തിൽ വിശ്വസിക്കുക. നിന്റെ അസ്വസ്ഥതകളും ഭാരങ്ങളും നൊമ്പരങ്ങളും പരാജയങ്ങളെല്ലാം ദൈവം ഈ രാത്രിയിൽ എടുത്തു നീക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറയാണ്, നീ വിശ്വസിക്കുക, ഇതാ എൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതങ്ങളിൽ പ്രകടമാകാൻ പോകുന്നു. വിശ്വാസത്തോടെ ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താമോ? ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. അതെ, ദൈവത്തിൽ എനിക്കൊരു സുരക്ഷിതത്വം വേണം, ദൈവം എനിക്കൊരു വിജയം നൽകണം.
എന്റെ അസ്വസ്ഥതകൾ ദൈവം എടുത്തു നീക്കണം. ദൈവത്തിന്റെ മഹത്വം എന്നിൽ പ്രകടമാകണം. ദൈവത്തിന്റെ ശക്തി എന്നിൽ കരകവിഞ്ഞൊടുക്കണം. നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, നിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ എതിർ ശക്തികളും നിർവീര്യമാകട്ടെ. പരാജയത്തിന്റെ ശക്തികൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. നെഗറ്റീവ് എനർജികൾ നിർവീര്യമാകട്ടെ. ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ സുരക്ഷിതത്വം ഞങ്ങളെ കടന്നു വരട്ടെ. ഞങ്ങൾ വിജയം വരിക്കട്ടെ. ഞങ്ങൾ വിജയം കൊയ്യട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വിജയമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. ദൈവത്തിൻ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിന്ന അവിടുന്നു നിന്നെ ഉയർത്തും. തക്ക സമയത്തു നിന്നെ ഉയർത്തും. കുറിച്ചൊരു പദ്ധതി ദൈവത്തിൻ മനസ്സിലുണ്ട്. അതു നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിൻ പദ്ധതിയാണല്ലോ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് മകനേ. ഞാൻ നിന്നെ സഹായിക്കും, വലതുകരം പിടിച്ചു നയിക്കും. ഭയപ്പെടേണ്ട
ആകാശത്തോളം നിന്നെ വളർത്തും, അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ വളർത്തും. ആകാശത്തോളം നിന്നെ വളർത്തും, ആകാശത്തോളം നിന്നെ വളർത്തും. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. നല്ല നാഥനെ നിനക്കായി ഞാൻ വില ചെയ്യും അന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിദേവരാ, ഇല്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. കർത്തൃകാ